നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴയ്ക്ക് അപ്പുറത്ത് കിടക്കുന്ന പൂയംകുട്ടി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഫോറസ്റ്റ് വില്ലേജിലേക്കാണ്. എറണാകുളം ജില്ലയിൽ തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് പൂയംകുട്ടി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയംകുട്ടിയിലേക്കാണ്. നിങ്ങൾ വീഡിയോൻ്റെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതൊരു പൂയംകുട്ടി മോട്ടോ വ്ളോഗാണ്. ഞാൻ പലപ്പോഴും പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് പൂയംകുട്ടി. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തായിരുന്നൊരു മോട്ടോ വ്ളോഗിൽ നമ്മൾ മാമലക്കണ്ടം പോയായിരുന്നു. അത് കുട്ടമ്പുഴ വഴിയാണ് പോയത്. ആ സെയിം റൂട്ട് തന്നെ. ഇതിപ്പോൾ തട്ടേക്കാട്, കോതമംഗലത്ത് നിന്ന് തട്ടേക്കാട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ റൂട്ട് തന്നെ തട്ടേക്കാട് തട്ടേക്കാട് നിന്ന് കുട്ടമ്പുഴ പോയിട്ട് കുട്ടമ്പുഴ ടൗണിൽ നിന്നാണ് നമ്മൾ പൂയംകുട്ടിയിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര പൂയംകുട്ടിയിലേക്ക് ആവാം. അപ്പോൾ വരുന്ന വിഷ്വൽസൊക്കെ നിങ്ങൾ കാണുക. പൂയംകുട്ടി സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും തന്നെ വരുന്നത് പുലിമുരുകൻ സിനിമയിലെ ലൊക്കേഷനുകളൊക്കെ ആയിരിക്കും. ആ സിനിമേൻ്റെ അധികവും തന്നെ ഷൂട്ട് ചെയ്തേക്കുന്നത് പൂയംകുട്ടി ലൊക്കേഷനിലൊക്കെയാണ്. പിന്നെ അവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചപ്പാത്തുണ്ട്. ആ സിനിമയിൽ പല സീനുകളിലും ആ ചപ്പാത്ത് കാണിക്കുന്നുണ്ടായി. അപ്പോൾ ആ ചപ്പാത്ത് ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ. നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് തട്ടേക്കാട് പാലമാണ്. നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇടതുവശത്ത് രണ്ട് സൈഡും ഉണ്ട്. ബട്ട് മെയിൻ വിസിറ്റർ സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് വലതുവശത്താണ്. അപ്പോൾ നമ്മുടെ ഈ കോർ ഏരിയ ഒക്കെ വരുന്നത് വലതുവശത്തേക്കാണ്. അങ്ങനെ നമ്മുടെ തട്ടേക്കാട് നിന്ന് യാത്ര പോകുന്നത് കുട്ടമ്പുഴയ്ക്കാണ്. ഈ തട്ടേക്കാട് കുട്ടമ്പുഴ റോഡാണ് ഈ കാണുന്നത്. ഈ സെയിം റൂട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകുന്ന വിഷ്വൽസ് ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തേക്കുന്ന മാമലക്കണ്ടം ബ്ലോഗിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡിനെ കുറിച്ച് എനിക്ക് ഇനിയും പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അടിപൊളി റോഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് വിഷ്വൽസ് ആണ്. ബൈക്ക് ഓടിച്ച് പോകാൻ നല്ല രസമാണ് ഈ റോട്ടിൽ കൂടെ. അങ്ങനെ പോകുന്ന വഴി റോഡിൻ്റെ അടുത്ത വശത്തായിട്ട് നല്ലൊരു പുഴ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ എൻ്റെ പുഴേൻ്റെ വിഷ്വൽസ് നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുട്ടമ്പുഴ ടൗൺ എത്തി. ഇനി ഇവിടെ നിന്നൊരു നല്ലൊരു ചൂടൻ ചായ കുടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് പൂയംകുട്ടിക്കുള്ള യാത്ര തുടരാനായിട്ട്. ഞാൻ കുട്ടമ്പുഴ ടൗണിൽ വഴി പോകുമ്പോൾ മിക്കപ്പോഴും കയറുന്ന ഈ കടയാണ്. ഇവിടെ ഈ കടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലേക്ക് നല്ല പുഴേൻ്റെ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസും ബാക്കിൽ മലകളും കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി കണ്ട് ചായ കുടിക്കുമ്പോൾ അതിന് പ്രത്യേക സുഖമുണ്ട്. ഞാൻ എൻ്റെ മാമലക്കണ്ടം വ്ളോഗിലും ഇതേ ഷോപ്പിൽ നിന്ന് തന്നെ ഇതേ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കടയിൽ നിന്ന് ചായയും കുടിച്ച് ഞാൻ നേരെ പൂയംകുട്ടിക്ക് യാത്ര പുറപ്പെട്ടു. കുട്ടമ്പുഴ ടൗണിൽ നിന്ന് ഈ കാണുന്ന ചെറിയൊരു പാലമുണ്ട്. ഈ പാലം കടന്ന് ഇമ്മീഡിയറ്റ്ലി റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. അതാണ് പൂയംകുട്ടിക്ക് പോകാനുള്ള വഴി. ഇതാ കണ്ടോ, ഈ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഈ പാലം കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പൂയംകുട്ടിക്ക്. അങ്ങനെ ഞാൻ പൂയംകുട്ടിക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആ റൈറ്റ് പറഞ്ഞ വഴിയുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ഏകദേശം 5-6 കിലോമീറ്റർ ഉണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ. ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കടത്തുള്ളൊരു സ്ഥലമാണ്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ അകത്ത് വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തത്. ഇത് നോക്കിയിട്ടും കാര്യമില്ല, മഴ നിൽക്കണ ലക്ഷണമൊന്നുമില്ല. ഇവിടെ നല്ല കൊല മഴയാണ്. അപ്പോൾ എന്തായാലും മഴയത്ത് തന്നെ ഇത് റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ മഴയായതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് കൃത്യമായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കടത്തിൻ്റെ വിഷ്വൽസ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബൈക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം തിരിച്ചങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല. ഇങ്ങനെ ഗ്രിപ്പ് കിട്ടിയില്ല, മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ല രസത്തിൽ കാണാൻ വണ്ടി ഇങ്ങനെ കടത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അക്കരയ്ക്ക് കിടക്കും. നല്ല രസം. അത് പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. നല്ലോണം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല ഫുള്ള് വെള്ളം, നല്ല ഒഴുക്കുണ്ട് പുഴയിൽ.
നമ്മുടെ നരൻ സിനിമയിലൊക്കെ പോലത്തെ വിഷ്വൽസിനത് നല്ല ഒഴുകുന്ന പുഴ. പൂയംകുട്ടീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ ഹിറ്റ് സിനിമ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനുകളൊക്കെ ഇവിടെയുള്ള. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ എനിക്കിപ്പോഴും നമുക്ക് ആ ഒരു സിനിമേൻ്റെ ഒരു വൈബൊക്കെ കിട്ടും. നല്ല കൊടും കാടും നല്ല പുഴയും ഒഴുക്കൊക്കെ ആയിട്ട് ഒരു നരൻ പ്ലസ് പുലിമുരുകൻ വൈബ് അവിടെ. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ഈ കടത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കുറേ ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ജീപ്പ് സഫാരി ഇവിടെ നിന്ന് പോകണമെന്ന് വെച്ചാൽ അവർ നല്ല വ്യൂ പോയിൻറ്റ്സിലേക്കൊക്കെ ഇവിടെ കൊണ്ടുപോയി കാണിക്കും. ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു മോട്ടോ വ്ളോഗിന് വേണ്ടി ജസ്റ്റ് വന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ജീപ്പ് സഫാരി പോകാനായിട്ട് നോക്കുന്നില്ല. വേറെ ദിവസം എന്തായാലും വന്ന് വേറൊരു വ്ളോഗ് എടുക്കും ജീപ്പ് സഫാരിയൊക്കെ ചെയ്ത്. ഈ പൂയംകുട്ടി കടത്തിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ജീപ്പ് സഫാരി എടുത്ത് പോകാൻ പറ്റും കേട്ടോ. ഈ ജീപ്പ് സഫാരി ഇവിടെ നിന്ന് കല്ലേലിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കും പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ജീപ്പ് സഫാരി പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് ഇവിടെ നിന്ന് ജീപ്പ് സഫാരി എടുത്ത് ഈ കാഴ്ചകളൊക്കെ കാണാൻ പോകാവുന്നതായിരിക്കും കേട്ടോ. കാരണം അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നില്ല പ്രൈവറ്റ് വെഹിക്കിൾസ് അങ്ങോട്ടേക്ക് കടത്തില്ല. ഈ ജീപ്പുകളിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആ ജീപ്പിൽ കയറി നമുക്ക് പോകാവുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ആ ജീപ്പ് സഫാരി ചെയ്യുന്നില്ല. ഞാൻ ഇന്നിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഈ മോട്ടോ വ്ളോഗിലാണ്. ഞാൻ വേറൊരു ദിവസം വന്ന ജീപ്പ് സഫാരി എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും തന്നെ നല്ല ശക്തിയിൽ മഴ പെയ്തു തുടങ്ങി കേട്ടോ. നമ്മൾ ഈ റൂട്ട് കയറിയപ്പോൾ തുടങ്ങി തന്നെ നല്ല പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ പൂയംകുട്ടി എത്തിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്തേക്കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് എന്ത് രസം നോക്കി. ഈ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ വന്ന് സ്ക്രീനിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫീല് കിട്ടുന്നുണ്ടാവും ചിലപ്പോൾ. ഒരു പക്ഷേ എനിക്ക് ഈ വണ്ടി ഓടിച്ച് ഇവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഈ സ്ഥലമൊക്കെ വലിയ ഇഷ്ടമായി. ഈ മഴയത്തേക്കൂടെ ഈ റെയിൻ മൺസൂൺ ഡ്രൈവ്. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുഴ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് നല്ല രീതിയിൽ കുത്തി ഒഴുകിയാണ് പോകുന്നത്. ഇന്ന് നല്ലൊരു മഴയാണ് കിട്ടിയേക്കുന്നത്. ഇപ്പം ഈ കാടും അതുപോലെ തന്നെ ഈ മലയും കുന്നും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഈ പെയ്യുന്ന മഴയൊക്കെ കാണാൻ നല്ല രസമാട്ടോ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയംകുട്ടി ചപ്പാത്തിലേക്കാണ്. പുലിമുരുകൻ സിനിമയിലൊക്കെ പല സീൻസിൽ കാണിച്ചിരിക്കുന്ന ആ ചപ്പാത്താണ്. അതാണ് നമ്മുടെ ഫൈനൽ റീച്ചിങ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കടത്ത് വരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഏകദേശം ഒരു 5-10 മിനിറ്റ് മാക്സിമം റൈഡ് ഡിസ്റ്റൻസേ ഉള്ളൂ പൂയംകുട്ടി ചപ്പാത്തിലേക്ക്. പക്ഷേ ഈ പോകുന്ന വഴി അടിപൊളിയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസൊക്കെ ആയിട്ട് ഇതുപോലൊരു മഴയും കൂടെ കിട്ടിയ ആഹാ അടിപൊളി. അങ്ങനെ നമ്മൾ പൂയംകുട്ടി ചപ്പാത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് കാണാൻ പറ്റും ചപ്പാത്ത് കണ്ട താഴത്തേക്ക് നല്ല മഴയാട്ടോ, നല്ല മഴയാണ് അവിടെ. കാണുമ്പോൾ പൂയംകുട്ടി പാലം നമുക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പുലിമുരുകൻ സിനിമയിലൊക്കെ കാണുന്ന ആ പാലമാണ് ഒരു രസം നോക്കി കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ അത്. ശരിക്കും ആ പാലം ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കുറേ ഫോറസ്റ്റ് വില്ലേജുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ ട്രൈബൽ കോളനീസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് അകത്തേക്ക് ഫോറസ്റ്റിലേക്ക് അങ്ങനെ എൻട്രി അങ്ങനെ ഇല്ല, കുറേയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചിട്ട് വരാം. അധികം പോകാൻ പറ്റില്ല നമുക്ക് കാണാവുന്ന അത്രയും വിഷ്വൽസ് ഞാൻ ചെക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ഇപ്പോൾ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇലക്ട്രിക് ഫെൻസിന് ചെറുതായിട്ട് ടച്ച് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. ഞാൻ നോക്കട്ടെ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ടച്ച് ചെയ്യുന്നത് എനിക്കൊരു സംശയമാണ്. പല സമയത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് രാത്രിയൊക്കെ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നുണ്ട് ഈ ലൈനിൽ. ഈ ബസ് പൂയംകുട്ടിയിലേക്കുള്ള ബസ്സാണ്. ഇത് നോക്കാം, ബസ് ഈ പാലത്തിന് മുകളിൽ കൂടെ പോകുന്നത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ പാലത്തേക്കാണ് കയറാൻ പോകുന്നത് ബസ്.
പാലത്തിൻ്റെ മുകളിൽ കൂടെ ബസ് പോകുന്നത് കാണാൻ നല്ല രസമാണ്, നല്ല അടിപൊളി വിഷ്വൽ വന്നത്. മഴ വന്നപ്പോൾ അടിപൊളി വിഷ്വൽസ് ആണ്. ഇനി നമുക്ക് ബൈക്ക് ഓടിച്ച് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവാം. എന്നിട്ട് നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അന്യായ ഒഴുക്ക് തന്നെ കേട്ടോ വെള്ളത്തിൻ്റെ, ഒരു രക്ഷയില്ല. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് വിഷ്വൽസ് നോക്കിയാൽ, നല്ല മഴയും അപ്പുറത്ത് കോടയും അത് ഈ പുഴേൻ്റെ ഒഴുക്കും. പക്ക വൈബ് സാർ കേട്ടോ, ഒരു രക്ഷയില്ല, അന്യായ വൈബ് തന്നെ. നോക്കിയാല് ചുറ്റും നോക്കിയാല് അടിപൊളിയല്ല, വേറെ ലെവല്. പുഴയൊക്കെ ഒഴുകുന്ന മുകളിൽ മല, അവിടെ കോട, ഈ സൈഡും കോട. രക്ഷയില്ലാത്ത സ്ഥലം തന്നെ. ഇതിൽ കിടന്നുണ്ട് വണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ പ്രത്യേകതയാണ്, ഒരു സമയത്ത് ഒരു വണ്ടിക്ക് മാത്രമേ, ഐ മീൻ 4 വീലറോ അല്ലെങ്കിൽ ബസ്സോ ഒക്കെ ആണെങ്കിൽ ഒരു സമയത്ത് ഒരു വണ്ടിക്ക് മാത്രമേ ഈ പാലത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. ചെറിയ വീതി കുറഞ്ഞൊരു പാലമാണത്. അതുകൊണ്ട് തന്നെ എതിരെ നിന്നൊരു ബസ് വന്നുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബൈക്ക് പാലത്തിന്മേൽ നീക്കി സൈഡിലേക്ക് ആക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കാം. എന്നിട്ട് വേണം ബസ്സിന് കടന്നു പോകാൻ. ഈ ചപ്പാത്ത് കടന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് വില്ലേജ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, പിന്നെ ട്രൈബൽ കോളനികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ എത്രത്തോളം ഈ ഫോറസ്റ്റിലേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് കയറി ചെല്ലാൻ പറ്റുമെന്നൊന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇനി വല്ല പെർമിഷനോ അങ്ങനെ വല്ല ആവശ്യമുണ്ടോയെന്ന് ഒക്കെ ഇനിയും എനിക്ക് തിരക്കിയിട്ടൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇവിടെ ഞാൻ തിരിച്ച് മടങ്ങാണ്. ഇനിയും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ച് പറ്റുമെങ്കിൽ ഞാൻ ഒരു വർഷം കൂടെ ഇവിടേക്ക് വരും. ഈ പൂയംകുട്ടി യാത്ര ഇവിടെ അവസാനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേറൊരു യാത്രയിൽ വേറൊരു ട്രിപ്പിൽ നമുക്ക് ഇനി പിന്നെയും കാണാം. ഇതൊരിക്കും കെവിൻസ് ക്യാമ്പ് സൈനിങ് ഓഫ് ഫ്രം പൂയംകുട്ടി.